അച്ചുക്ക ട്രേഡിങ്ങിൽ മെയിനായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഒരു ലോസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ട്രേഡിൽ തന്നെ അത് കംപ്ലീറ്റ്ലി തിരിച്ചെടുക്കാനുള്ളൊരു മനോഭാവം. ഇല്ലെങ്കിൽ നമ്മളൊരു ചെറിയൊരു പ്രോഫിറ്റിലേക്ക് വന്നാലും ആ പ്രോഫിറ്റ് കട്ട് ചെയ്യാതെ അല്ലെങ്കിൽ ആ പ്രോഫിറ്റ് എടുക്കാണ്ട് കാത്തു നിൽക്കുന്നു, അവിടെ വെയിറ്റ് ചെയ്യുന്ന വീണ്ടും വീണ്ടും ലോസിലേക്ക് പോകുന്ന ഒരു ഒരു സിറ്റുവേഷൻ. ഇതിന് റിക്കവർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്? ഇതിനെ റിക്കവർ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു സ്വഭാവമല്ലേ. ആ ഒരു സ്വഭാവം ബേസിക്കലി ആ സ്വഭാവം ട്രേഡിന് എതിരാണ്. നമ്മളിപ്പം ഒരു ഉദാഹരണം പറയട്ടെ. ഇപ്പം നമ്മളൊരു ഫിസിക്കലായിട്ടൊരു ബിസിനസ് ചെയ്യുന്നു. ഫിസിക്കൽ മീൻസ് നമ്മളെ ഇപ്പം നാട്ടിൽ പലചരക്ക് ഷോപ്പുണ്ട്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഷോപ്പുണ്ട്, വെജിറ്റബിൾ ഷോപ്പുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഷോപ്പുകളുണ്ട്, സ്ഥാപനങ്ങൾ, ഫിസിക്കൽ പല പല ബിസിനസ്സുകളുണ്ട്. അപ്പോൾ ഈ ബിസിനസ്സുകൾ ചെയ്യുമ്പോൾ ഒരു ദിവസം അവർ വാങ്ങുന്ന സാധനം, ഇപ്പം ഭക്ഷണത്തിൻ്റെ ഏതെങ്കിലും ഒരു ഐറ്റം എടുത്തോ, ഇപ്പോൾ വെജിറ്റബിൾ ഷോപ്പിൽ ഒരു ദിവസം അവർ വാങ്ങി വെക്കുന്ന വെജിറ്റബിളിൻ്റെ 8 കിലോ ചിലപ്പോൾ അയാൾ സെല്ല് ചെയ്യും. 2 കിലോ എന്താണ്ട് വരും, അയാൾ അന്ന് അയാൾക്ക് ലോസ് ആയിരിക്കും. പക്ഷേ ഈ 2 കിലോ നാശമായി പോകുന്ന സാധനമാണ്. അപ്പോൾ ഈ 2 കിലോ നാശമായി പോകുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇയാൾ ഇത് വാങ്ങുന്നതും വിൽക്കുന്നതും. അപ്പോൾ ഈ 2 കിലോൻ്റെ ലോസും കൂടി എന്താക്കും, ഇതിൻ്റെ മുകളിൽ ഈ 8 കിലോൻ്റെ മുകളിൽ അയാൾ കയറ്റിയിട്ടാണ് വിൽക്കുക. അത് ആ ബിസിനസ്സിൻ്റെ ഒരു ടെക്നിക്കാണ്. അതേപോലെ തന്നെ അത് അന്നത്തെ ബിസിനസ് കഴിഞ്ഞു, അന്നത്തെ ആ ഫിസിക്കൽ ബിസിനസ് കഴിഞ്ഞു. അയാളെ വെജിറ്റബിൾ ബിസിനസ് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ പിന്നെ അയാൾ വെജിറ്റബിൾ പുതിയ വാങ്ങിയിട്ട് അന്നത്തെ ഫ്രഷായിട്ട് പിന്നെ ബിസിനസ് ചെയ്യണം. മനസ്സിലായോ? അതേപോലെ ആയിരിക്കണം ട്രേഡ്. നമ്മൾ ഒരു ദിവസത്തെ ലോസിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല പിറ്റേ ദിവസം ട്രേഡ് എടുക്കേണ്ടത്. അന്ന് തന്നെ ശ്രമിക്കാൻ പാടില്ല. അത് അന്ന് തന്നെ ശ്രമിക്കാൻ പറയുമ്പോൾ അന്ന് അതിനുള്ള അവസരം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആൾക്കാരുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ബിസിനസ് സാധനം കൂടുതൽ വാങ്ങി വെക്കൂലേ, അപ്പുറത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മളിപ്പുറം വാങ്ങി വെക്കുന്നില്ല. ആൾക്കാരില്ലാതെയും, അതായത് ട്രേഡിങ് ചെയ്യാനുള്ള അവസ്ഥ ഇല്ലാതെയും അന്ന് തന്നെ റിക്കവർ ചെയ്യണം എന്നുള്ള വാശി നമ്മളെ വലിയ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പോൾ അതേ സ്ഥാനത്ത് നിങ്ങൾ പിറ്റേ ദിവസമോ അല്ലെങ്കിൽ 2-3 ദിവസം വെയിറ്റ് ചെയ്ത് നല്ലൊരു പൊസിഷന് വേണ്ടി എന്താക്കുക, കാത്തിരിക്കുക. ആ പൊസിഷനിൽ നിങ്ങൾ ട്രേഡ് എടുക്കുക. നിങ്ങളെ ലോസായ ആ പേയ്മെൻറ്റ്, ആ മണി ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ പ്രോഫിറ്റ് എടുക്കുക, അല്ലെങ്കിൽ അതിനോളം എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ലോസിന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ ഇന്നത്തെ ഫ്രഷ് ട്രേഡ് ചെയ്യുക. അപ്പോൾ അന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് കണക്ക് കൂട്ടുക. ഈ കാൽക്കുലേഷൻ എപ്പോഴും ഉണ്ടല്ലോ, ഒരു ദിവസം, പിറ്റേ ദിവസം, അല്ലെങ്കിൽ ഒരാഴ്ച അങ്ങനെ എടുക്കരുത്. ഇതൊരു ബിസിനസ്സായി തന്നെ കാണുക. മന്ത്ലി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക, മന്ത്ലി ട്രേഡിംഗ് സ്റ്റൈലിലേക്ക് മാറുക. അപ്പോൾ നമുക്ക് മന്ത്ലി ഇപ്പോൾ 10 ട്രേഡ് നമുക്ക് ലോസായി, 25 ട്രേഡ് നമുക്ക് പ്രോഫിറ്റായി. ടോട്ടൽ നമ്മൾ 25ഉം 10 35 ട്രേഡ് നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുള്ള ലിസ്റ്റ് എടുക്കുക. അതിൽ ടോട്ടൽ ലോസ് ആൻഡ് പ്രോഫിറ്റ് കണക്ക് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇത്ര പൈസ ലാഭം കിട്ടിയിട്ടുണ്ട്, ഇത്ര പൈസ നഷ്ടം ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രോസസ്സാണ്. ആ ഒരു രീതിയിലേക്ക് അച്ചടക്കമുള്ള ഒരു ട്രേഡറായി ആ ഡിസിപ്ലിനിലേക്ക് മാറി പോകണം. ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഷാഹിദിൻ്റെ ചോദ്യം അതാണ്. ചോദ്യത്തിൻ്റെ ഘടന വേറെതാണെങ്കിലും ഡിസിപ്ലിനാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരാൾ ട്രേഡ് ചെയ്യാൻ പാടില്ല, അവർ ട്രേഡ് ചെയ്യാൻ പാടില്ല. അതുപോലെ ദുബായിനെ സംബന്ധിച്ച് റിയൽ എസ്റ്റേറ്റ് മെയിൻ ബിസിനസ്സാണ്. കറക്റ്റ്. ദുബായിൽ. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഒരു $10,000 ഉണ്ടെങ്കിൽ ഞാനത് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ ട്രേഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളൊരു ഓപ്ഷൻ അച്ചുഖാനോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏതാണ് സജസ്റ്റ് ചെയ്ത് തരാം? 100% ട്രേഡിംഗ് അല്ലേ ഷാഹിദേ? ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി എത്രത്തോളം എന്നുള്ളത് ഞാൻ വ്യക്തമായി തരാം. അതായത് ഇപ്പോൾ നമ്മൾ ഒരു റിയൽ എസ്റ്റേറ്റ് ഒരു കമ്പനി, ഏതെങ്കിലും ഒരു കമ്പനിയിൽ നമ്മൾ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വന്തമായി റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന $10,000 ഇപ്പോൾ എന്തായാലും സ്വന്തമായി റിയൽ എസ്റ്റേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ദുബായിൽ. പക്ഷെ അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ ഉണ്ടാവാം. എൻ്റെ അറിവിൻ്റെ പരിമിതി വെച്ച് പറയാം. അതായത് നമ്മളൊരു $10,000 ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇയർലി നമ്മളൊരു പ്ലോട്ട് വാങ്ങുന്നു. അതിന് നമുക്കൊരു ഇയർലി 20% 30% ആകും മാക്സിമം റിയൽ എസ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ഔട്ടിംഗ് ആയിട്ട് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഞാൻ കണ്ട വീഡിയോസിൻ്റെ ബലത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അതിൻ്റെ പ്രോഫിറ്റ് റേഷ്യോ എത്ര നല്ല ഒരു 40% കൂട്ടിക്കോ. 40% കൂട്ടുകയാണെങ്കിൽ ഇയർലി 40% നമുക്ക് റിട്ടേൺസ് കിട്ടുന്ന ഒരു ബിസിനസ്സാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ മാസത്തിലേക്ക് അത് എടുക്കുമ്പോൾ 3.2% അല്ലെങ്കിൽ 3.1% നമുക്ക് അതിൽ മന്ത്ലി കിട്ടുക. ചിലപ്പോൾ 2% ആവാം, 30 ആണെങ്കിൽ 2 ആവാം. അപ്പോൾ മാക്സിമം ഒരു 4% കൂട്ടിക്കോ. ട്രേഡിംഗ് അക്കാഡമി പഠിപ്പിക്കുന്ന കുട്ടികളോട് നമ്മൾ പറയുന്നത്, നിങ്ങൾ നോർമൽ ട്രേഡ് 4% റിസ്ക് എടുത്തിട്ട് ട്രേഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലോസും പ്രോഫിറ്റും എല്ലാം കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് മന്ത്ലി എന്തുണ്ടാവും, ഒരു 4 to 10% മന്ത്ലി നിങ്ങൾക്ക് ഉണ്ടാവും. മാന്യമായ രീതിയിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ
അത്യാഗ്രഹമില്ലാതെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ചില മാസങ്ങൾ 5% ആവാം, പക്ഷെ മറ്റേ മാസം എന്താവും അത് 20% എന്താവും, അത് കൂടും. ഇയർലി അപ്പോൾ കണക്കൂട്ടാണ് ഒരു ശരാശരി കണക്കൂട്ടുമ്പോൾ ഒരു 10% മാസം എന്തായാലും എടുക്കുക. അപ്പോൾ ഒരു വർഷത്തിൽ എത്രയായി? 120% അല്ലേ? അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു വർഷം നീ കൊണ്ടുപോയിടുന്ന $10,000 ഒരു വർഷം കൊണ്ട് $12,000 നിനക്ക് പ്രോഫിറ്റ് കിട്ടുകയാണ്. ടോട്ടൽ നിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അടക്കം $22,000 നിനക്ക് കിട്ടുകയാണ്. അപ്പോൾ നിന്നോട് ഞാൻ അതേ ചോദ്യം ഷാഹിദിനോട് തിരിച്ചു വരികയാണ്. ഷാഹിദ് 30,000 അതായത് $10,000 പ്ലസ് $3,000 പ്രോഫിറ്റ്, റിയൽ എസ്റ്റേറ്റ് പോട്ടെ, $4,000 പ്രോഫിറ്റ്. ഇപ്പോൾ 10 + 4 എത്രയായി? $14,000 ഇയർലി. നിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് അടക്കം ഇയർലി നിനക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണോ നീ ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഇതേ 10,000 ഇട്ടിട്ട് $22,000 ഇയർലി എടുക്കാനാണോ നീ ഇഷ്ടപ്പെടുക? അതെന്തായാലും 22,000. അപ്പോൾ ഏതാ നല്ലത്? അപ്പോൾ ട്രേഡിങ് തന്നെയാണ്. കറക്റ്റ് അല്ലേ? അപ്പോൾ നിനക്ക് ചോദ്യത്തിൻ്റെ ഉത്തരം കറക്റ്റ് വളരെ വ്യക്തമായി മനസ്സിലായോ? ദാറ്റ്സ് ഓൾ. അതുപോലെ ചുക, ഇപ്പോൾ ട്രേഡിംഗ് ഇപ്പോൾ അക്കാദമിയിൽ നിന്ന് പഠിക്കണമെന്ന് ഉണ്ടോ? ഇപ്പോൾ യൂട്യൂബിലൊക്കെ, യൂട്യൂബ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാത്തിലും അവൈലബിൾ ആണ്. ഇപ്പോൾ അച്ചുക്ക് തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്ന ട്രേഡിങ്ങിൻ്റെ അക്കാദമിയിലാണ്. അതിൻ്റെ ആവശ്യകത എന്താണ്? ആവശ്യമില്ലേ? കാരണം ഇപ്പം ഞാൻ 7 വർഷമായി ട്രേഡ് ഫീൽഡിൽ, ഒരു 7 വർഷമായി ഈ ട്രേഡിങ് ഫീൽഡ് എന്താണെന്ന് മനസ്സിലാക്കാനും ഈ ട്രേഡിങ്ങിൽ ഇപ്പോഴും ഞാൻ പഠിക്കാത്ത ഒരുപാട് ഏരിയകൾ ട്രേഡിൻ്റെ ഇൻ ഹൗസിലുണ്ട്. നമ്മൾ മനസ്സിലാക്കാത്ത ഒരുപാട് വേരിയേഷൻസ് ഈ ട്രേഡിൻ്റെ പല പല ഏരിയകളിലുണ്ട്. ഇപ്പോഴും 7 വർഷത്തിൽ ഇനിയും ഞാനൊരു 10 വർഷം കഴിഞ്ഞാൽ ഇനിയും ഞാൻ അപ്ഡേറ്റ് ആകേണ്ടി വരും. അപ്പം ഞാനിത് പഠിച്ച് ട്രേഡിൻ്റെ മൂഡുകൾ, ട്രേഡിൻ്റെ എങ്ങനെയാണ് ട്രേഡ്, ഏത് തരത്തിലാണ് ട്രേഡ് മൂവ്മെൻറ്റ് പോകുന്നത്, ട്രേഡിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുക, ഇതിൽ എവിടെയൊക്കെയാണ് ലോസ് വരിക, ലോസ് വന്നാൽ എങ്ങനെ എസ്കേപ്പ് ആവാം, പ്രോഫിറ്റിനെ പെട്ടെന്ന് ബുക്ക് ചെയ്യുന്ന സ്റ്റൈൽ എങ്ങനെയാണ്, അതിനെ ഓരോ പ്രാവശ്യവും ഓരോ ട്രേഡാണ്. 6 വർഷം മുമ്പുള്ള ട്രേഡല്ല ഇന്നുള്ളത്, കഴിഞ്ഞ വർഷമുള്ള ട്രേഡല്ല ഇപ്പോൾ ഉള്ളത്. സ്റ്റൈൽ മാറി. 6 മാസം മുമ്പുള്ളതല്ല ഇപ്പോൾ ഉള്ളത്, കഴിഞ്ഞ മാസത്തല്ല ഇപ്പോൾ ഉള്ളത്. ഓരോ നിമിഷവും ഓരോ സെക്കൻഡും അൺപ്രഡിക്റ്റബിൾ ആയിട്ടാണ് ട്രേഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അൺപ്രഡിക്റ്റബിൾ, ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവൻ ലോകത്തിന് വാങ്ങും. പറ്റില്ല, ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്താക്കാൻ പറ്റും? ഒന്ന് ജസ്റ്റ് ഒരു ഹിസ്റ്ററി വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ വർഷം ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ മാസം ഇങ്ങനെയായിരുന്നു ട്രേഡ്, അതിൻ്റെ ഹിസ്റ്ററീസും നമ്മൾ കാണുന്നില്ല. ഈ സ്കെയിൽസൊക്കെ നോക്കിയിട്ട് ആൾക്കാർ മാർക്കറ്റ് ഇങ്ങനെ പോവാം, അങ്ങനെ പോയേക്കാം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ പ്രഡിക്ഷൻ പറയാൻ വേണ്ടി പറ്റും. പക്ഷേ 100% പ്രഡിക്റ്റ് ചെയ്യാൻ ആർക്കും പറ്റില്ല. കാരണം ട്രേഡ് ഓരോ ദിവസവും അപ്ഡേറ്റഡാണ്. ഞാൻ പഠിച്ച 7.5 വർഷം കൊണ്ട് ഞാൻ പഠിച്ച ട്രേഡ് ഒന്നുമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നിടത്ത് ഞാനിപ്പോൾ ഉള്ളത്. ഇതെന്നെ മനസ്സിലാക്കി തന്ന എൻ്റെ എക്സ്പീരിയൻസാണ്. എൻ്റെ ഈ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങൾക്ക് അക്കാഡമിക്കലായിട്ട് തരുന്നത്. എൻ്റെ എക്സ്പീരിയൻസ്, ഓരോ മനുഷ്യർക്കും ഓരോ തരത്തിലായിരിക്കും ട്രേഡിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ്. പക്ഷേ അതിൻ്റെ ബേസിക് ചെയ്യേണ്ട രീതികളുടെ ഒരു ചട്ടക്കൂടുണ്ട്. പ്രോഫിറ്റബിൾ ആക്കി എടുക്കേണ്ട ഒരു ഫ്രെയിമുണ്ട്. ആ ഫ്രെയിം ഞാൻ സെറ്റാക്കാൻ എനിക്ക് 7 വർഷം എടുക്കേണ്ടി വന്നു. നിങ്ങൾ ഓരോരുത്തരും ട്രേഡിലേക്ക് വരുമ്പോൾ ഞാനിന്ന് പഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കുന്ന ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ടൈം അത്രയും വേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ആ വേസ്റ്റേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അക്കാഡമിൻ്റെ ആവശ്യം, ഒരു മെൻറ്റർ സപ്പോർട്ടിൻ്റെ ആവശ്യം. കാരണം എത്രയാണെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തതിൻ്റെ ഫീൽ ഒരിക്കലും എന്താവില്ല, പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ കിട്ടില്ല. അപ്പം ബാക്കിൽ നിന്ന് മെൻറ്റർ പറയും നിങ്ങൾ ഒരിക്കലും അത് എടുക്കാൻ പാടില്ല, നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്യണം, നിങ്ങളുടെ ടേക്ക് പ്രോഫിറ്റ് യൂസ് ചെയ്യണം. മെൻറ്റർ സപ്പോർട്ട് നിർബന്ധമാണ് തുടക്കക്കാർക്ക്. പിന്നെ അവർ മെല്ലെ കുറച്ച് ലോസ് ആവും, കുറച്ച് പ്രോഫിറ്റ് ആവും, കുറച്ച് ലോസ് ആവും, പ്രോഫിറ്റ് ആവും. അറിവില്ലായ്മയുടെ പല സൂചിമുനകൾ നമ്മൾ കുത്തും, എക്സ്പീരിയൻസ് ആയി മാറും. അറിവില്ലായ്മ കാരണം ഉണ്ടാകുന്ന ലോസുകൾ എക്സ്പീരിയൻസ് ആയി മാറും. തൻ്റെ പണം തൻ്റെ അറിവില്ലായ്മ കാരണം നഷ്ടപ്പെടുത്താൻ ഒരാളും തയ്യാറാവില്ല. അപ്പോൾ അതിൻ്റെ അറിവെടുക്കാൻ വേണ്ടി അവൻ അക്കാഡമീസിലേക്ക് വന്നേ പറ്റും. അതിൻ്റെ പേരിൽ ഒരുപാട് ആൾക്കാർ അക്കാഡമീസിൽ നിങ്ങൾക്ക് യഥാർത്ഥ പഠനം ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ് ചീറ്റ് ചെയ്യുന്ന ഒരു 100 ആൾക്കാർ വേറെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അക്കാഡമിക്ക് ഇത്ര ചാൻസ് ഇവിടെ. നമ്മളോട് പറയുന്നത് നിങ്ങൾ ടീച്ചറാക്കി തരാം, ഇതല്ല പറയുന്നത് നിങ്ങളൊരു ട്രേഡറാക്കി തരാമെന്നാണ്. വെറും ട്രേഡറല്ല, പ്രോഫിറ്റ് മേക്കറായ ട്രേഡറാക്കി തരാമെന്നാണ് നമ്മളെ വെല്ലുവിളി. ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അച്ചുക്കാൻ്റെ 7.5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ 7 വർഷത്തെ എക്സ്പീരിയൻസ്, എൻ്റെ മെൻറ്റർ 5.5 വർഷത്തെ എക്സ്പീരിയൻസ്, എൻ്റെ പാർട്ട്ണറുടെ ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഒരുമിച്ച് എന്താക്കുകയാണ് ഈ അക്കാഡമിയിൽ നിന്ന് കിട്ടുകയാണ്. നമ്മൾ തന്നെ സ്വന്തമായി ഡെവലപ്പ് ചെയ്ത ഒരു സിലബസാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലാതെ വേറൊരു സിലബസിൻ്റെ കോപ്പി പേസ്റ്റ് അല്ല. ഇവിടെ എല്ലാവരും വേറൊരു സിലബസിൻ്റെ കോപ്പി പേസ്റ്റാണ്.
ഇങ്ങനെ കുറച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. എല്ലാ അക്കാദമികളിലും കുറേ അക്കാദമികളിലൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം, എല്ലായിടത്തും ഒരേപോലെ തന്നെയാണ് ഒരേപോലെ തന്നെ കാര്യങ്ങളെല്ലാം. അങ്ങനെ അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ ഷാഹിദെ എല്ലാ ആൾക്കാരും ആ അക്കാദമിയിൽ നിന്ന് ഇറങ്ങുന്ന 99% ആൾക്കാരും പ്രോഫിറ്റിലായിരിക്കണം. അതാണ് ഇവിടുത്തെ. എന്നാൽ ഇവിടെ നിന്ന് ഇറങ്ങുന്ന, അതാണ് വ്യത്യാസം, ഇവിടെ നിന്ന് ഇറങ്ങുന്ന 90% ആൾക്കാർ പ്രോഫിറ്റിലാണ്. ഇവിടെ നമ്മൾ പഠിപ്പിച്ചിറങ്ങുമ്പോൾ നമ്മുടെ പ്രോഫിറ്റബിൾ ട്രേഡറാക്കി മാറ്റാൻ നമ്മൾ പറയുന്നത്, ആക്കിയിരിക്കും. അവർക്ക് ആ ഹിസ്റ്ററി എടുത്തു കൊടുക്കും നമ്മൾ. അതാണ് നമ്മളെ ഗ്യാരണ്ടി, അതാണ് നമ്മുടെ മനസ്സിൻ്റെ ബലം, അതാണ് നമ്മളെ അക്കാഡമി.